ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡോസ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ച് കാലമായിട്ട് കോമയിൽ കിടന്ന ഒരു പേഷ്യന്റ് ബോധം വന്ന ശേഷം ഡോക്ടറോട് പറയുന്ന കാര്യങ്ങളാണ്. അയാൾക്ക് മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഡിവൈസിന്റെ സഹായത്തോടു കൂടിയാണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തനിക്ക് ചെയ്തു തീർക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളുണ്ടെന്ന് അയാൾ ഡോക്ടറിനോട് പറയുന്നു. ഇനി കഥ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പീറ്ററും വൈഫ് അരുന്ധതിയും പുതിയൊരു നാട്ടിലേക്ക് വരുന്നു. അരുന്ധതി അവിടെ ഒരു ഹോസ്പിറ്റലില് കാർഡിയോളജിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാനിരിക്കുകയായിരുന്നു. എന്നാൽ പീറ്റർ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ ഡിസിഷൻ എടുത്തത്? നിന്റെ ഈ ട്രോമയ്ക്കെല്ലാം കാരണക്കാരനായ ഒരാള് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേന്ന്. എന്നാൽ അയാളെ ദിവസവും കാണുന്തോറും തന്റെ പ്രശ്നങ്ങളൊക്കെ പതിയെ മാറുമെന്നാണ് അരുന്ധതി വിശ്വസിച്ചിരുന്നത്. അവൾ മെന്റലി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെ അവർ പുതിയ വീട്ടിലേക്ക് എത്തുന്നു. അതേസമയം നമ്മളെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിലായിരുന്നു അയാൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അയാളുടെ വൈഫ് രാഗിതയ്ക്ക് ലങ്സിന് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത് കാരണം അവൾ തന്നെ പ്രകാശിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന്. എന്നാൽ കുറച്ചുനാൾ കൂടി നീ വെയിറ്റ് ചെയ്യ്, നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, പതിയെ ഇതൊക്കെ ഭേദമാവുമെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. രാഗിതയെ ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടിട്ട് പോകാൻ അവന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രകാശ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ രാഗിതയും കൂട്ടിക്കൊണ്ടുപോകും. ഹോസ്പിറ്റലിലുള്ള പ്രകാശിന്റെ റെസ്റ്റിംഗ് റൂമിലാണ് രാഗിത കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പീറ്റർ തന്റെ വൈഫ് അരുന്ധതിയുടെ കൂടെ ഫിസിക്കലായിട്ട് കുറച്ച് ക്ലോസ് ആകാൻ ശ്രമിക്കുന്ന സമയത്ത് അവൾ അത് തടയുന്നു. അവന്റെ മുഖത്തടിക്കുന്നു. കാരണം അവൻ അടുത്തേക്ക് വരുമ്പോൾ അരുന്ധതി പീറ്ററിന്റെ സ്ഥാനത്ത് പ്രകാശിനെയായിരുന്നു കണ്ടിരുന്നത്. നേരത്തെ കാണിച്ച പ്രകാശ് അരുന്ധതിയുടെ എക്സ് ആയിരുന്നു. ഇനി നമ്മളെ ഇവരെല്ലാവരും ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിന്റെ CEO ആയിരുന്നു ഗോപി. അയാൾ അവിടെ എന്തൊക്കെയോ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനയാളെ ഹെൽപ്പ് ചെയ്യുന്നത് നഴ്സായ സന്തോഷും അവിടുത്തെ സെക്യൂരിറ്റി ജോസഫും ആയിരുന്നു. രാഗിതയുമായിട്ട് ഹോസ്പിറ്റലിലെത്തിയ പ്രകാശ് ആകട്ടെ അവളോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞിട്ട് റൗണ്ട്സിന് പോകുന്നു. CEO ആയ ഗോപിയുടെ മകളായിരുന്നു അഭിരാമി. അഭിരാമിയും ഈ നിൽക്കുന്ന ജൂനിയർ ഡോക്ടർ നിഖിലും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ നിഖിലാകട്ടെ അഭിരാമി കാണാതെ മറ്റു പെൺകുട്ടികളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് പ്രകാശ് അരുന്ധതിയെ കാണുന്നു. എന്നാൽ രണ്ടുപേരും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അവർ പഴയ മെമ്മറീസിലേക്ക് പോവുകയാണ്. ഒരു ഫംഗ്ഷനിൽ വെച്ചായിരുന്നു ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രകാശിന്റെ പേരൻസ് ഇവളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാരെ എതിർത്ത് അവനൊന്നും ചെയ്യാനും പറ്റിയില്ല. അവൻ ഒരു ദിവസം അരുന്ധതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ അമ്മയെ വിഷമിക്കുന്ന ഒന്നും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും അമ്മ ഹാർട്ട് പേഷ്യന്റ് ആണെന്നും അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അതോടുകൂടി അരുന്ധതി തകർന്നുപോയി. അവൾ ഡ്രഗ്സിന് അടിമയായി. എന്നാൽ പ്രകാശ് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. അവളുടെ കുഞ്ഞ് അബോട്ടായി പോയി. കരഞ്ഞുകൊണ്ട് അവൾ പ്രകാശിനോട് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് പ്രകാശ് അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ബ്രേക്കപ്പ് അരുന്ധതിയെ ശരിക്കും തകർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ആ CEO ആയ ഗോപി പറഞ്ഞിട്ട് സെക്യൂരിറ്റിയായ ജോസഫും നേഴ്സായ സന്തോഷും ചേർന്നിട്ട് അവിടെ നിന്നും പല മെഡിസിൻസും മോഷ്ടിക്കുന്നു. പക്ഷെ അവരെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു കാർഡിയ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആകുന്നുണ്ട്. ഡാനിയൽ എന്നായിരുന്നു അയാളുടെ പേര്. അയാളുടെ കൊച്ചുമകൾ ടിജിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ടിജിയെ കണ്ടതും നിഖിൽ അവളോടും ഫ്ലേർട്ട് ചെയ്യാൻ ആരംഭിച്ചു. പേഷ്യന്റ് വിവരങ്ങൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് നമ്പർ വാങ്ങി. കുറച്ചു ദിവസം ഡാനിയലും ടിജിയും അതേ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം ഒരു പാട്ടുകാരനായ നിർമ്മലിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ നിർമ്മലിന്റെ വൈഫ് ആ ഹോസ്പിറ്റലിലെ CEO ആയ ഗോപിയുടെ ബന്ധുവായിരുന്നു. നിർമ്മലിന് പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്തില് ഈ ഗോപിക്കൊരു കണ്ണുണ്ട്. അത് വിൽക്കുന്നതിനെ പറ്റി പലപ്പോഴും ഗോപി നിർമ്മലിനെ വിളിച്ചു ചോദിച്ചു. എന്നാൽ തനിക്ക് താല്പര്യമില്ലെന്നാണ് നിർമ്മൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് കാണിക്കുന്നത് നടുവിനെന്തോ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞിട്ട് നിർമ്മലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ്. അവന്റെ ഹിപ്പിന് കാര്യമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് നിർമ്മലും അവിടെ അഡ്മിറ്റ് ആയി. നിർമ്മലിന്റെ വൈഫായിരുന്നു ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നിരുന്നത്. ആ ദിവസം രാത്രിയില് ഡാനിയലിന്റെ ബൈസ്റ്റാൻഡറായ അയാളുടെ കൊച്ചുമകൾ ടിജിയെ നിഖില് വിളിക്കുന്നുണ്ട്. ടെറസിലേക്ക് വരണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. ടിജി പതിയെ ടെറസിലേക്ക് പോയി. കുറെ നേരം നിഖിലിന് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ആ സമയം അവളുടെ ഗ്രാൻഡ്ബ ഡാനിയലിന്റെ അടുത്ത് ആരോ വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. നിഖില് ടിജിയോട് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോഴേക്കും അവള് ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇതെല്ലാം അഭിരാമിയും കാണുന്നുണ്ട്. എന്നാൽ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് നിഖിൽ അഭിരാമിയുടെ പിറകെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാനിയല് വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവിടെ തന്നെ സ്റ്റേ ചെയ്തിരുന്ന നമ്മുടെ ഡോക്ടർ പ്രകാശിനെ നേഴ്സ് വിളിക്കുന്നുണ്ട്. പ്രകാശ് ഡാനിയലിന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഉറക്കമൊന്നുമില്ലാതെ പ്രകാശിന്റെ വൈഫ് രാഗിത ആ കോറിഡോറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാനാണ് അവൻ പറയുന്നത്. പ്രകാശ് ഡാനിയലിന്റെ റൂമിലേക്ക് പോയപ്പോഴേക്കും അയാൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അരുന്ധതിയും ആ സമയം അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പരമാവധി ശ്രമിച്ചെങ്കിലും ഡാനിയൽ മരണപ്പെട്ടു. അരുന്ധതി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് അന്ന് വീട്ടിലേക്ക് പോയത്. പിറ്റേന്ന് രാവിലെ അയാളുടെ ബോഡി ബന്ധുക്കാര് കൊണ്ടുപോകാൻ നേരത്ത് പ്രകാശിനോട് രാഗിത പറയുന്നുണ്ട്, ചില സമയം മരണമെന്ന് പറയുന്നത് ഒരു വരമാണെന്ന്. ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന നിർമ്മലിന്റെ ECGയിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ടായിരുന്നു. ലങ്സിലും എന്തൊക്കെയോ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. ഗോപി നിർമ്മലിനെ കണ്ട് പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. തന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നിർമ്മൽ തന്റെ വൈഫിനോട് പുറത്തുപോയി ഇരുന്നുകൊള്ളാൻ പറയുന്നു. അന്ന് രാത്രി ജൂനിയർ ഡോക്ടർ നിഖിലാകട്ടെ അവൻ സ്നേഹിക്കുന്ന അഭിരാമിയെ ടെറസിലേക്ക് വിളിക്കുന്നു. അഭിരാമി ടെറസിലേക്ക് പോയ സമയത്ത് നിർമ്മലിന്റെ അടുത്ത് ആരോ വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നിഖില് അഭിരാമിയെ പോയി കാണുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം സെക്യൂരിറ്റി ജോസഫ് കാണുന്നുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അരുന്ധതി ഹസ്ബൻഡ് പീറ്ററിന്റെ കൂടെ പോകുന്നതും കാണുന്നുണ്ട്. കുറെ നേരമായിട്ട് റിസപ്ഷനിൽ ഇരുന്നത് കാരണം നിർമ്മലിനെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് നിർമ്മലിന്റെ വൈഫ് റൂമിലേക്ക് എത്തുമ്പോൾ കാണുന്നത് നിർമ്മൽ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതാണ്. നേഴ്സ് പെട്ടെന്ന് പ്രകാശിനെ വിളിക്കുന്നു. പ്രകാശ് നിർമ്മലിന്റെ റൂമിലേക്ക് ഓടിപ്പോകുമ്പോൾ കോറിഡോറിൽ അപ്പോഴും രാഗിത ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് നിർമ്മലിന്റെ റൂമിലേക്ക് പ്രകാശ് എത്തിയെങ്കിലും എല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടും നിർമ്മലും മരണപ്പെട്ടു. ഇതോടെ പ്രകാശിന് സംശയം തോന്നാൻ തുടങ്ങി. തന്റെ പേഷ്യന്റ് മാത്രം ഇങ്ങനെ അടുത്തിടെ മരണപ്പെടുന്നത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകമാണോ എന്നതാണ് അവന്റെ ഡൗട്ട്. അവൻ ഇതിനെപ്പറ്റി സിഒ ഗോപിയോട് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല എന്നാണ് ഗോപി പറയുന്നത്. ഇത് മറ്റാരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഗോപി അതൊന്നും കാര്യമാക്കിയെടുത്തില്ല. എന്നാൽ പ്രകാശ് അവിടെ ഉണ്ടായിരുന്ന നഴ്സസ് സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ സ്ഥലവും പരിശോധിക്കുന്നു, സംശയാസ്പദമായി എന്തെങ്കിലും കിട്ടുമോന്നറിയാൻ വേണ്ടി. ഒടുവിൽ അരുന്ധതിയുടെ റൂമും അവൻ പരിശോധിക്കുന്നുണ്ട്. അവളുടെ വേസ്റ്റ് ബിന്നിൽ നിന്നും കവറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മെഡിസിൻ അവന് കിട്ടുന്നു. ഡ്രഗ്സ് ആയിട്ടും മറ്റും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആയിരുന്നു അത്. ആ സമയം അവിടേക്ക് ക്ലീനിംഗ് ലേഡി കയറി വരുന്നുണ്ട്. ഇവനെ അവിടെ കണ്ടതും അവരും ഒന്ന് സംശയിക്കുന്നു. പക്ഷെ പ്രകാശ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പ്രകാശ് ആ സമയം പഴയ മെമ്മറീസിലേക്ക് പോകുന്നുണ്ട്. ആഘോഷനൊക്കെ ആയ ശേഷം അരുന്ധതിയെ കാണാൻ വേണ്ടി പ്രകാശ് പോയപ്പോൾ അവൾ ശരിക്കും ഡ്രഗ്സിന് അടിമയായിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ മെഡിസിൻ ഡ്രഗ്സ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രകാശിനോടുള്ള ദേഷ്യത്തില് അരുന്ധതിയാകട്ടെ അവിടെ ഇരുന്ന കത്തിയെടുത്ത് അവന്റെ ഒരു വിരലിലേക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ആ വിരല് നഷ്ടപ്പെട്ടു. അവൻ ചെറിയൊരു ക്യാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവളുടെ ക്യാബിനിൽ നിന്ന് ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് അവൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഡൗട്ട് പ്രകാശിന് തോന്നാൻ തുടങ്ങി. ഇത് രാഗിതയോടും അവൻ ഷെയർ ചെയ്യുന്നു. അതിനുശേഷം അരുന്ധതിയെ പ്രകാശ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാത്രിയാകട്ടെ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്ന റോസമ്മ എന്ന് പറയുന്ന സ്ത്രീയെയും അവരുടെ മരുമകളെയും കാണിക്കുന്നുണ്ട്. ഫോൺ വന്നപ്പോൾ മരുമകൾ പുറത്തേക്ക് പോയി. ആ സമയം റോസമ്മയുടെ അടുത്തേക്ക് ആരോ വന്നിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും റോസമ്മയ്ക്ക് അസ്വസ്ഥത തോന്നുകയും അവരുടെ ബെഡിന്റെ അടുത്തുണ്ടായിരുന്ന ബെല്ലിൽ അവർ അമർത്തുകയും ചെയ്തു. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ സൗണ്ട് കേട്ട് എല്ലാവരും ഓടിക്കൂടി. കറക്റ്റ് സമയത്ത് ഡോക്ടേഴ്സിന് അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റിയതുകൊണ്ട് റോസമ്മ മരിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് കോറിഡോറിൽ തന്നെ നിൽക്കുകയായിരുന്നു രാഗിതയും. പ്രകാശ് രാഗിതയോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ സമയം നിഖില് ഫോണും ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. തന്റെ പേഷ്യന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മെഡിസിൻ അവരുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് രാഗിതയോട് പ്രകാശ് പറഞ്ഞതും എന്നാ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ എന്ന് രാഗിത ചോദിക്കുന്നു. പ്രകാശ് നേരെ റോസമ്മയുടെ ബ്ലഡ് തന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് അയാൾ കണ്ടെത്തി. പക്ഷെ ഏത് സബ്സ്റ്റൻസ് ആണെന്ന് ക്ലിയർ ആയിട്ട് പറയാൻ 2 ആഴ്ചത്തെ സമയം ആ ഫ്രണ്ട് ആവശ്യപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തില് അരുന്ധതി ആയിരുന്നല്ലോ പ്രകാശിന് സംശയം. അതുകൊണ്ട് അരുന്ധതിയോട് ഇവൻ നേരിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, നീയാണോ എന്റെ പേഷ്യൻസിനെ കൊല്ലുന്നതെന്ന്. എന്നാൽ ദേഷ്യം വന്ന അരുന്ധതിയാകട്ടെ അവിടെ ഇരുന്ന ജ്യൂസ് എടുത്ത് പ്രകാശിന്റെ മുഖത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് പറയുന്നു. ഒരു റെസ്റ്റോറന്റിലിരുന്നായിരുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ഒരു അനോണിമസ് കോള് വരുന്നു. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ എല്ലാം ആരോ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. ഈ കോളുകൾ വന്നതോടുകൂടി ഗോപി ഉൾപ്പെടെ എല്ലാവരും പാനിക്കായി. തൽക്കാലം മീഡിയ അറിയാതെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഗോപി തന്റെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരന്റെ ഹെൽപ്പ് തേടുന്നു. വിവേക് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത്. CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുമ്പോൾ പലതും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് വിവേക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ഗോപി ഇവിടെ നിന്ന് ഇല്ലീഗലായിട്ട് മരുന്ന് കടത്താൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്ത വിഷ്വൽസ് ആയിരുന്നു. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും തന്നെ ഈ പോലീസുകാരന് അറിയില്ല. CCTVയെ പറ്റി ഗോപിയോട് വിവേക് ചോദിച്ചപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ ഒഴിവായി. അവിടുത്തെ നേഴ്സുമാരോടും മറ്റ് സ്റ്റാഫിനോടും എല്ലാം തന്നെ വിവേക് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്. താൻ കണ്ടെത്തിയ കാര്യങ്ങളും തനിക്ക് തോന്നിയ സംശയങ്ങളും എല്ലാം തന്നെ പ്രകാശും വിവേകിനോട് ഷെയർ ചെയ്യുന്നു. റോസമ്മയുടെ ബ്ലഡ് താൻ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടെന്നും റിസൾട്ട് ഉടനെ വരുമെന്നും പറയുന്നു. കൂടാതെ താൻ സംശയിക്കുന്നത് അരുന്ധതിയാണെന്ന് പറഞ്ഞതും വിവേക് നേരെ അരുന്ധതിയെ കാണാൻ പോകുന്നു. എന്നാൽ അരുന്ധതി പറയുന്നുണ്ട്, ഞാനും പ്രകാശും തമ്മിൽ ഇഷ്യൂ ഉണ്ടെന്ന് കരുതിയിട്ട് അയാളുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പേഷ്യൻസിനെ ഒന്നും കൊന്നിട്ടില്ല എന്ന്. അരുന്ധതി ഇടയ്ക്ക് പാനിക് ആവുകയും ടാബ്ലറ്റ്സ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വിവേകിന് അരുന്ധതിയുടെ മേലുള്ള ഡൗട്ട് കൂടി വന്നു. അരുന്ധതിയുടെ പഴയ 2 ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരിൽ നിന്നും അരുന്ധതിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വിവേക് മനസ്സിലാക്കി. ഒരിക്കലൊരു പേഷ്യന്റ് ശ്വാസം എടുക്കാൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയും മരണത്തിനോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എല്ലാവരും അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അരുന്ധതി എല്ലാവരോടും പറഞ്ഞത് ഇയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ദയാവധം ചെയ്തുകൂടെ എന്നാണ്. ഇതുപോലെ പല പേഷ്യൻസിന്റെ കാര്യത്തിലും അവൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾ ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു നായയ്ക്ക് എന്തോ ഒരു രോഗം വന്ന സമയത്ത് കുറെ നാള് ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലേ ഇത് മാറൂ, അതുവരെ കുറച്ച് കഷ്ടപ്പാടായിരിക്കുമെന്ന് വെറ്റിനറി ഡോക്ടർ പറഞ്ഞെങ്കിലും അതിനെ കുറച്ചു നാളും നോക്കാൻ
നോക്കാൻ പോലും അരുന്ധതി തയ്യാറായില്ല. അത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അതിനെയും ദയാവധത്തിലൂടെ കൊല്ലുകയായിരുന്നു അരുന്ധതി ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം കേട്ടതോടുകൂടി വിവേകിന് സംശയം തോന്നാൻ തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ കിടന്ന പേഷ്യൻസ് എല്ലാം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ കഷ്ടപ്പെടണമെന്ന് കരുതിയിട്ട് അരുന്ധതി അവരെ കൊന്നതാണോ എന്നായിരുന്നു വിവേകിന്റെ ഡൗട്ട്. ഇവിടെ സെക്യൂരിറ്റി ജോസഫ് ആകട്ടെ ഗോപിയുടെ മകൾ അഭിരാമിയും നിഖിലും തമ്മിലുള്ള ബന്ധം ഗോപിയെ അറിയിക്കുന്നു. ഗോപി നിഖിലിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിഖില് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നും എക്സ്പയർ ആയ മെഡിസിൻസ് ഡ്രഗ്സ് ആക്കി ഇല്ലീഗലായിട്ട് കടത്തുന്ന കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാമെന്നും അതുകൊണ്ട് അതൊക്കെ പുറത്തു പറയാതിരിക്കണമെങ്കിൽ അതിന്റെ കുറച്ച് പെർസെന്റേജും എനിക്ക് വേണം, അഭിരാമി വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും വേണമെന്ന്. അത് കേട്ടപ്പോൾ ഗോപിക്ക് പിന്നെ ഒന്നും പറയാനും പറ്റിയില്ല. തൽക്കാലം നിഖിലിന്റെ അടിയിലിന് അയാൾ ഓക്കെ പറഞ്ഞു. വിവേക് അരുന്ധതി കൂടുതൽ ചോദ്യം ചെയ്തെങ്കിലും അവളുടെ മാനസികാവസ്ഥ വെച്ചിട്ട് അവൾക്ക് അവരുടെ കൂടെ അധികം സഹകരിക്കാനൊന്നും പറ്റിയില്ല. അവൾക്കെതിരെ നല്ല എന്തെങ്കിലും തെളിവ് കിട്ടിയെങ്കിൽ മാത്രമേ കേസ് സ്ട്രോങ് ആകൂ എന്ന് വിവേകിന് മനസ്സിലായി. എന്നാൽ അന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പ്രകാശ് കാണുന്നുണ്ട് അവിടുത്തെ നേഴ്സായ രേണുകയാകട്ടെ അവരുടെ മകന്റെ കയ്യിൽ എന്തോ പൊതി കൊടുക്കുന്നത്. പ്രകാശ് അവരുടെ മകനെ ഫോളോ ചെയ്യുകയും അവന്റെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങി പരിശോധിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് അരുന്ധതിയുടെ ക്യാബിനിലെ വേസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടിയ അതേ മെഡിസിൻ തന്നെയായിരുന്നു ഇവന്റെ കയ്യിലും ഉണ്ടായിരുന്നത്. അത് ഡ്രഗ്സ് ആയിട്ടും യൂസ് ചെയ്യാം. രേണുകയുടെ പ്രകാശ് ഇതിനെപ്പറ്റി ചോദിച്ചതും രേണുക പറയുന്നുണ്ട്, ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ട തന്റെ മകൻ ഡ്രഗ്സിന് അടിമയായിട്ടാണ് വീട്ടിലെത്തിയതെന്നും ഡി അഡിക്ഷൻ സെന്ററിൽ വിട്ടിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലെന്ന്. ഡ്രഗ്സ് കിട്ടിയില്ലെങ്കിൽ അവൻ തന്നെ വരെ ഉപദ്രവിക്കും. അതുകൊണ്ട് അവൻ പറയുന്ന മെഡിസിൻസ് ഞാൻ ഇവിടെ നിന്നും കൊണ്ടുകൊടുക്കും. അതിന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ക്ലീനിങ് ലേഡിയാണ്. അവർക്കിടയ്ക്ക് രേണുക കാശ് കൊടുക്കും. ഡയറക്റ്റ് ആയിട്ട് കയ്യിൽ തരാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചായിരിക്കും ഈ ഡ്രഗ്സ് ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ക്ലീനിങ് ലേഡി അരുന്ധതിയുടെ റൂമിലെ വേസ്റ്റ് ബിന്നിലായിരുന്നു പലപ്പോഴും ഈ ഡ്രഗ്സ് കൊണ്ടിട്ടിരുന്നത്. നേഴ്സ് രേണുക ആരും കാണാതെ പോയി അതെടുക്കും. അതുകൊണ്ടാണ് അന്ന് പ്രകാശിന് അരുന്ധതിയുടെ വേസ്റ്റ് ബിന്നിൽ നിന്നും ഈ ഡ്രഗ്സ് കിട്ടിയത്. അതൊരിക്കലും അവൾ യൂസ് ചെയ്തതായിരുന്നില്ല. ഒരു ദിവസം അരുന്ധതി ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ അന്ന് അരുന്ധതിയോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അരുന്ധതി ഇത് ആരോടും പറയില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഇവർക്ക് പേടിയുണ്ടായിരുന്നു അരുന്ധതി തങ്ങളെ കാട്ടിക്കൊടുക്കുമെന്ന്. അതിനിടയ്ക്ക് റോസമ്മയുടെ ബ്ലഡിലുണ്ടായിരുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് ഇവർ കണ്ടെത്തി. പാൻക്രോണിയം ബ്രോമൈഡ് എന്ന സബ്സ്റ്റൻസ് ആയിരുന്നു അത്. ചില രാജ്യങ്ങളിൽ ഡെത്ത് പെനാൽറ്റിക്ക് വേണ്ടിയിട്ടും മേഴ്സി കില്ലിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണിത്. ഇത് ശരീരത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടുകയും കുറച്ച് സമയത്തിനുള്ളിൽ പേഷ്യന്റ് മരിക്കുകയും ചെയ്യും. ഒരു ഡോക്ടറിനോ നേഴ്സിനോ ഒക്കെ ഇത് ഈസി ആയിട്ട് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാം. അരുന്ധതിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സബ്സ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസുകാരൻ അരുന്ധതിയും ഹസ്ബൻഡും വീട്ടിലില്ലാത്ത സമയത്ത് അവളുടെ വീടിനുള്ളിൽ കയറി പരിശോധിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടിയില്ല. ആദ്യം മരിച്ച ഡാനിയലിന്റെ ചെറുമകളോട് വിവേക് സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഗ്രാൻഡ്പ മരിക്കുന്നതിന്റെ അന്ന് രാത്രിയിൽ ആ നിഖിൽ ഡോക്ടർ എന്നെ ടെറസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. നിർമ്മലിന്റെ മരണത്തില് അവന്റെ വൈഫിന് ഡൗട്ട് ഉണ്ടായിരുന്നത് ഗോപിയായിരുന്നു. നിർമ്മലിന്റെ പേരിലുള്ള ഒരു സ്ഥലം ഗോപി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അന്ന് രാത്രി വിവേകിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജും വരുന്നുണ്ട്, നിഖിൽ ടെറസിൽ നിന്ന് വീഴുകയും ചെയ്യുന്നു. ഈ പേഷ്യൻസിനെ എല്ലാം ഡ്രഗ്സ് കുത്തിവെച്ച് കൊന്നത് താനാണെന്നും താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ടായിരുന്നു പോലീസുകാരന്റെ ഫോണിലേക്ക് നിഖിലിന്റെ മെസ്സേജ് വന്നത്. എന്നാൽ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയായിരുന്നു. പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രകാശ് തന്റെ ക്യാബിനുള്ളിൽ യൂസ് ചെയ്തൊരു മെഡിസിന്റെ കുപ്പി കാണുന്നുണ്ട്. റോസമ്മയുടെയും മറ്റ് പേഷ്യൻസിന്റെയും ബ്ലഡിലുണ്ടായിരുന്ന അതേ പാൻക്രോണിയം ബ്രോമൈഡിന്റെ ബോട്ടിലായിരുന്നു അത്. പ്രകാശിന്റെ ആ റൂമില് അവനും രാഗിതയും മാത്രമേ കയറാറുള്ളൂ. ക്ലീനിങ്ങിന് ആള് വരുമ്പോ പോലും പ്രകാശ് കൂടെ ഉണ്ടാകും. അവൻ നേരെ വീട്ടിലെത്തി രാഗിതയോട് ചോദിക്കുന്നുണ്ട്, എന്റെ പേഷ്യൻസിനെയൊക്കെ കൊന്നത് നീയാണോ എന്ന്. കാരണം നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ശ്വാസം എടുക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന്. ചില സമയം മരണവും ഒരു നല്ല കാര്യമാണെന്ന്. അതുകൊണ്ട് നിന്നെപ്പോലെ കഷ്ടപ്പെടുന്ന അവരെയൊക്കെ നീ കൊന്നതാണോ എന്നാണ് പ്രകാശ് അവളോട് ചോദിക്കുന്നത്. അത് കേട്ടതും രാഗിത വല്ലാതെ പാനിക് ആകുന്നു. കാരണം ഈ മരണം നടക്കുന്ന സമയത്തെല്ലാം കോറിഡോറിൽ രാഗിത ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രകാശ് ദേഷ്യത്തിലിരിക്കുകയാണ്. എന്നാൽ ആ സമയം രാത്രിയിൽ ഹോസ്പിറ്റലിൽ കിടന്ന നിഖിലിന് ബോധം വരുന്നു. അവൻ അഭിരാമിയോട് പറയുന്നുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലാന്നും എന്നെ ആ സെക്യൂരിറ്റി ജോസഫ് തള്ളിയിട്ടതാണെന്ന്. നിന്റെ അച്ഛൻ ഗോപിയുടെ ചില കള്ളത്തരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. അയാൾ അതുകൊണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതാ. ആ സമയം കോറിഡോറിലിരുന്ന് അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിന്റെ എല്ലാം തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുകയായിരുന്നു വിവേക്. ആ കൂട്ടത്തില് പ്രകാശിന്റെ വൈഫ് രാഗിതയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അയാൾ കാണുന്നുണ്ട്. ലങ്സിന് എന്തോ ഇഷ്യൂ വന്നിട്ടാണ് രാഗിത മരിച്ചിരിക്കുന്നത്. ഇവിടെയായിരുന്നു ഏറ്റവും വലിയ ട്വിസ്റ്റ്. പ്രകാശിന്റെ വൈഫ് രാഗിത ഒരു വർഷം മുൻപേ മരിച്ചുപോയതാണ്. പ്രകാശ് രാഗിതയെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അവൾ തന്റെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ബോധം വന്ന നിഖിലാകട്ടെ പോലീസുകാരൻ വിവേകിനോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. കൂടാതെ അന്ന് രാത്രിയില് പ്രകാശ് ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ട് പോകുന്നത് താൻ കണ്ടു എന്നും പറയുന്നു. അയാളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട്. ഇതോടുകൂടി വിവേക് പ്രകാശിനെ ഫോളോ ചെയ്യുന്നു. പ്രകാശ് നേരെ പോകുന്നത് അവനും രാഗിതയും താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്തത് കാരണം അതെല്ലാം പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു. എന്നാൽ അവിടെ രാഗിത ഉള്ള പോലെയായിരുന്നു അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അവിടേക്ക് ചെന്ന വിവേകാകട്ടെ പ്രകാശിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വൈഫ് രാഗിത ഒരു വർഷം മുന്നേ മരിച്ചുപോയതാണ്. ഇപ്പോഴും അവരുണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറുന്നത് ശരിയല്ലെന്ന്. രാഗിതയെ പോലെ കഷ്ടത അനുഭവിക്കുന്ന
ഇരിക്കുന്ന എല്ലാവരെയും കൊന്നത് പ്രകാശാണെന്ന് വിവേകിന് മനസ്സിലായി. എന്നാൽ പ്രകാശാകട്ടെ വിവേകിനെ ആക്രമിക്കുന്നു. നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ അവനോട് ആവശ്യപ്പെടുന്നു. രാഗിതയെ പ്രകാശ് വിവാഹം കഴിച്ച ശേഷം അവരുടെ ലൈഫ് വളരെയധികം ഹാപ്പി ആയിട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം രാഗിത കുഴഞ്ഞു വീണു. പരിശോധനയിൽ രാഗിതയ്ക്ക് ലങ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അതും അവസാന സ്റ്റേജ് ആയിരുന്നു. അവളെ രക്ഷിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ട്രീറ്റ്മെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിരുന്നു. പലതവണ അവൾ പ്രകാശിനോട് റിക്വസ്റ്റ് ചെയ്തതാണ് തന്നെ ഒന്ന് കൊന്നുതരുമെന്ന്. എന്നാൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ പ്രകാശ് അവളെ ദയാവധത്തിന് വിധേയമാക്കുന്നു. അവൾക്കും ഇതേ മെഡിസിൻ തന്നെ കൊടുത്താണ് അവൻ കൊന്നത്. അവളുടെ ഡെത്ത് കൺഫേം ചെയ്തത് അവന്റെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടായിരുന്നു. അതിനുശേഷം രാഗിതയെ പോലെ കഷ്ടത അനുഭവിക്കുന്ന ആരെ കണ്ടാലും അത് രാഗിതയാണെന്ന് അവന് തോന്നും. അവരെയൊക്കെ മേഴ്സി കില്ലിങ്ങിലൂടെ കൊല്ലുകയും ചെയ്യും. ഈ സത്യങ്ങൾ പോലീസുകാരനിലൂടെ മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രകാശ് വിവേകിനെ തലക്കടിച്ചു വീഴ്ത്തുന്നു. അയാളുടെ കഴുത്ത് ഞെരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരു റോഡിലേക്ക് അയാളെ കൊണ്ടിട്ടു. ഒരു ആക്സിഡന്റ് ആക്കി ഇത് വരുത്തി തീർത്തു. എന്നാൽ കുറച്ച് ആൾക്കാര് വിവേകിനെ എടുത്തുകൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി. കുറെ നാളുകളായിട്ടേ വിവേക് കോമയിൽ തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഹോസ്പിറ്റലുകാര് വിവേകിന്റെ ഐഡന്റിറ്റി ഒക്കെ കണ്ടുപിടിച്ചത്. ഇത്രയും ആൾക്കാരെ കൊന്ന പ്രകാശ് ഇപ്പോഴും പുറത്തു തന്നെയുണ്ടെന്ന് വിവേക് ഈ ഡോക്ടേഴ്സിനോട് പറയുന്നു. എന്നാൽ ആ ഡോക്ടറിന് ഇതൊന്നും അത്ര വിശ്വാസം തോന്നുന്നില്ല. കോമയിൽ കിടന്നൊരാള് തന്റെ ഒരു ഇമാജിൻ വേൾഡില് സൃഷ്ടിച്ച ഒരു കഥയാണിതെന്നാണ് ഈ ഡോക്ടറിന് ആദ്യം തോന്നുന്നത്. പക്ഷെ അതെല്ലാം സത്യമായിരുന്നു. വിവേകിന് ബോധം വന്നു എന്നറിഞ്ഞ് അന്ന് രാത്രി അവിടേക്ക് പ്രകാശ് വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരെ കൊല്ലാൻ അവൻ എങ്ങനെയാണോ ആ ഡ്രഗ്സ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ വിവേകിന്റെ ശരീരത്തിലേക്കും അത് കുത്തിവെക്കാൻ ശ്രമിക്കുന്നു. അരുന്ധതിയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട അവന്റെ കയ്യിൽ ആ വിരലിൽ തന്നെയായിരുന്നു അവൻ സീക്രട്ട് ആയിട്ട് ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപയോഗിച്ചായിരുന്നു അവൻ ഇതിനു മുമ്പ് ആൾക്കാരെ കൊന്നത്. ഇപ്പോഴും അത് വെച്ച് വിവേകിനെ കൊല്ലാൻ ശ്രമിച്ചതും വിവേക് തിരിച്ച് ഫൈറ്റ് ചെയ്യുകയും അവന്റെ തന്നെ കൈയെടുത്ത് അവന്റെ കഴുത്തിലേക്ക് കുത്തുകയും ചെയ്തു. അതോടുകൂടി പ്രകാശിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഡ്രഗ്സ് അവന്റെ ശരീരത്തിലേക്ക് തന്നെ കയറുന്നു. അവനും പതിയെ മരണപ്പെട്ടു. അവന്റെ ആത്മാവ് രാഗിതയുടെ ആത്മാവിനെ കാണുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.